ചെറിയ ഷോപ്പിങ്ങിന് പോവാണേ. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, പിന്നെ ഞങ്ങളുടെ പൊന്നാങ്ങളയുണ്ട്. ഞങ്ങൾ 3 പേരും ഈ കുഞ്ഞു പടയം കൊണ്ട് പോവാ. അപ്പോൾ കഴിക്കാം. അമ്മേ അമ്മ കയറാണ്ട്. അമ്മയ്ക്ക് എങ്ങനെയാണ് പോകാം. ഞങ്ങൾ ആദ്യം ചെറിയൊരു ചായ കുടിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് ചെറിയ ഷോപ്പിങ്, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. അത്രേ ഉള്ളൂ ഇന്നത്തെ. ഹലോ ഗായ്സ്, എന്റെ കുഞ്ഞാവയാട്ടോ. ചിരിക്കും അല്ലേടോ ചേക്ക, അല്ലേടോ കുഞ്ഞു ചേക്ക. ഗായ്സ്, ഇതാണ് ഞാൻ ഈ പാവയെ 2 ആയിട്ടായിരുന്നു കിട്ടിയത്. അപ്പൊ ഞാൻ ഈ പാവേന്റെ മുടിന്റെ കെട്ടൊക്കെ അയച്ചിട്ട് ഞാൻ തന്നെ ചീകി ഇങ്ങനെ കൊമ്പാക്കി വെച്ചത്. ഇത് ലൂക്ക ബേബീന്റെ ടോയാണ്. കണ്ട ഇവിടെ മാത്രം കൂടെ ഇത് എത്ര ഉണ്ടാവും? 1 2 3 ബുഷ് 4 ഉണ്ട് ഗായ്സ്. റെഡ്, ഓറഞ്ച്, യെല്ലോ. കട്ടപ്പന ടൗൺ എത്തിയേ. നല്ല ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് നല്ല ബ്ലോക്കായിപ്പോൾ. ഞങ്ങൾക്ക് പാർക്കിങ്ങിന് സ്പേസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയാണേ. ഒരു കഫേയാണിപ്പോൾ ഉദ്ദേശം. ഇത് നമ്മുടെ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സൂപ്പർ മാർക്കറ്റാണേ. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് കഫേ. ഇത് സൂപ്പർ മാർക്കറ്റും കഫേയും കൂടെ ഒന്നിച്ച് ഉള്ളതാണ്. എന്ത് ഓർഡർ ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഞങ്ങൾ ഇരിക്കുക. ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു. ഒരു കോഫിയൊക്കെ പറഞ്ഞു കോഫിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വരുന്നത് വരെ ഒരു തൽക്കാലം തടയിടുക. ലൂക്കാച്ചിന് കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ചേച്ചിൻ്റെ എന്നാ മേടിച്ച് ടോയ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇല്ലേ ന്യൂട്ടൻ സ്പൈഡർമാനോ? കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. പിസ്സയും ലോഡഡ് ഫ്രൈസും നഗറ്റ്സൊക്കെയാണ് മേടിച്ചത്. അതിൽ പിസ്സയൊക്കെ ഓക്കെ ആയിരുന്നു. ബട്ട് ലോഡഡ് ഫ്രൈസ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര ആയില്ല. അവർ ഫുൾ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് മയോണൈസ് അവർ അതിൽ നമ്മളൊക്കെ പഴയ ഇലയുടെ മേടിച്ചു കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ മറ്റേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ഇനി കുറച്ച് ഐറ്റംസ് ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ട്. അതുകൂടെ മേടിച്ചിട്ട് ഞങ്ങൾ അടുത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി. ഞങ്ങൾ പിള്ളേരെ ഷോപ്പിനകത്തേക്ക് കയറ്റിയില്ല. ഞങ്ങൾ അവരെ വണ്ടിക്കകത്ത് ഇരുത്തിയിട്ട് ഞങ്ങൾ മാത്രമേ പോകുന്നു. അല്ലെങ്കിൽ അവർ ഓട്ടോ ആയി ബഹളമായി, ഭയങ്കര ബഹളമായി. അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ കയറിയുള്ളൂ. ലൂക്കാച്ചൻ ഉറങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഞങ്ങളിവിടെ അടുത്ത് വിശാൽ മെഗാമാർട്ട് പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് എഴുതിയിരിക്കുക. ഞങ്ങൾ അവനൊരു ടീഷർട്ട് നോക്കുവാണേ. നല്ല കളക്ഷനാണ് കേട്ടോ.
ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സ് ഐറ്റംസും കുറച്ച് ടോയ്സൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് എല്ലാം പേ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ചിച്ചു വണ്ടി എടുക്കാൻ പോയി. ഞങ്ങളപ്പോൾ ഇവിടെ നിൽക്കുവാണേ. ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടൊന്നും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അതുകൊണ്ട് അടുത്ത ട്രെൻഡ്സിലേക്ക് എത്തി. ട്രെൻഡ്സിൽ നിന്നും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇവിടെയും കൂടെ ഒന്ന് കയറി നോക്കാം. ഇവിടെയും കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകാമെന്നാണ് പ്ലാന്. നല്ല ക്രിസ്മസ് ട്രീ അല്ലേ. സമയം ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായി വരുമോ ഇവിടെ. നമുക്ക് ഡ്രസ്സൊക്കെ കുറേ ഇഷ്ടപ്പെടും. ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കത് ചേർച്ചില്ലാതെ വരും. അങ്ങനെയാണ് കുറേ സമയം പോകുന്നത്. ഇത് ഇവിടുത്തെ ക്രിസ്മസ് പുൽക്കൂട്. അങ്ങനെ കുറേ തപ്പിയിട്ട് അവസാനം ഒരെണ്ണം എടുത്തേ. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുക. വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഓർത്തത് നമ്മുടെ അടുത്ത പള്ളിയിൽ ക്രിസ്മസ് ആയിട്ട് അവിടെ പള്ളി നിറച്ചും സ്റ്റാറൊക്കെ വെച്ച് നല്ല എല്ലാ കഴിഞ്ഞ വർഷം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ജസ്റ്റ് ഇതും കൂടെ ഞങ്ങൾ ഈ പള്ളിയിലും കൂടെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഡെക്കറേഷനും കണ്ടിട്ട് വീട്ടിലേക്ക് എത്തിയേ. ശരിക്കും പള്ളിയിൽ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ വേണ്ടി മമ്മിയും കൂടെ കൂട്ടി പോകാമെന്ന് കരുതിയിരിക്കുമായിരുന്നു. അതിനി നാളെങ്ങാനും മമ്മിയും കൂടെ കൊണ്ട് കാണിക്കണം. ഞങ്ങളങ്ങനെ ഇന്ന് ജസ്റ്റ് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി കണ്ടെന്നേ ഉള്ളൂ. എന്നെ ഉണ്ടാക്കി വെച്ചേക്ക് നോക്കട്ടെ. എന്താ നല്ല നാടൻ കോഴി കറി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിടി. ഇതിനതിന് തേങ്ങാപ്പാൽ ഒഴിക്കാനുണ്ട്. പിടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പിടിയും നാടൻ കോഴി വറുത്തരച്ച്, നാടൻ കോഴി തേങ്ങ വറുത്തരച്ചത്. ഇത് മമ്മി എനിക്ക് തേങ്ങാപ്പാൽ വെച്ച് വെച്ചേക്കുന്നു. ദാഹിച്ചോടാ. പിള്ളേരൊക്കെ വന്നതേ മേടിച്ചതൊക്കെ മമ്മീനെ എടുത്ത് കാണിക്കുക. അവർക്കെടുത്ത ഡ്രസ്സും ടോയ്സൊക്കെ മമ്മീനെ എടുത്ത് കാണിക്കുവാണേ. ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡാഡി ചേച്ചനും വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുവാണേ. അമ്മച്ചി കഴിച്ചിട്ട് നേരത്തെ കിടന്നു. ഇത്രയും സമയമായതും കൊണ്ട് ഞങ്ങളതും കൊണ്ട് പിടിയും കോഴിക്കറിയൊക്കെ കൂട്ടി ഒരു പിടിയും കൂടെ അങ്ങ് പിടിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.